കുറേ ദിവസങ്ങൾ മ്യൂട്ടായിട്ടിരുന്നിട്ട് ഇപ്പം എൻ്റെ ഒച്ച കുറച്ച് തിരിച്ച് വന്നതുകൊണ്ട് ഞാൻ നല്ലോണം ഒന്ന് തള്ളി തുടങ്ങാൻ പോവാണേ. എൻ്റെ കെട്ടിയവൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നിന്നെപ്പോലൊരു ഭാര്യ കിട്ടിയ എൻ്റെ ഭാഗ്യം. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല, എൻ്റെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഫുഡ്. നല്ല ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് എനിക്കൊരു വീക്ക്നെസ് ആണ്. എനിക്ക് ബേസിക്കലി കൊതിയാണ്. ഓരോന്നിങ്ങനെ കഴിക്കാൻ കൊതി വരും. ഈ കൊതി വരുന്ന സാധനങ്ങൾ പുറത്തു പോയി കഴിക്കാം, പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാം, അങ്ങനത്തെ യാതൊരു പ്രഷറും ഞാൻ കൊടുക്കാറില്ല. എനിക്ക് കൊതി വരുന്ന സാധനം വാങ്ങിച്ച് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അതൊരു ലക്ക് ഫാക്ടർ അല്ലേ. എന്നും ജോലി കഴിഞ്ഞ് ആദ്യം എന്നെ ഫോൺ വിളിച്ച് ചോദിക്കും ഇന്നെന്താ കഴിക്കാൻ എന്നാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ സദ്യ ഉണ്ടാക്കാതിരിക്കും? സോ ത്രോട്ട് ഇൻഫെക്ഷനായിട്ടും കണ്ണൊക്കെ പഴുത്തളിഞ്ഞിരുന്നിട്ടും ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യാതെ നേരം വെളുത്തപ്പോഴേ വാഴയിലയും വാങ്ങിച്ചുകൊണ്ട് വന്ന് പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്ന് പരിപാടി തുടങ്ങി. ഇനി ഞാൻ സൂത്രം കാണിച്ചു തരാവേ. ഞാൻ ആകെ 2 ഏത്തയ്ക്ക വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നടുഭാഗം ഞാൻ അവിയലിലിടും. പിന്നെ ഈ ഏത്തയ്ക്കയുടെ തൊലി ഉണ്ടല്ലോ, അത് വൻപയറും കൂട്ടി തോരൻ വെക്കും. പിന്നെ ആ ഏത്തയ്ക്കയുടെ അറ്റ ഭാഗമില്ലേ, അത് ബനാന ചിപ്സ് ഉണ്ടാക്കും. പിന്നെ ഈ നടുഭാഗം കാളൻ്റെ അകത്ത് ചേനയുടെ കൂടെ ഇടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബനാന ചിപ്സ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ നമുക്ക് വാഴയിലയുടെ സൈഡിൽ ഒരു ഫോർമാലിറ്റിക്ക് വെക്കാൻ വേണ്ടി മാത്രം മതി ചിപ്സ്. അതിന് ഇത്രയും മതി. ഒരു പാക്കറ്റ് ചിപ്സ് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യം. ഇതൊരു കിച്ചൺ മാനേജ്മെൻ്റ് ആണ് കേട്ടോ. അതായത് മിനിമം സാധനങ്ങൾ വാങ്ങിച്ച് മാക്സിമം ഐറ്റംസ് ഉണ്ടാക്കുക. അങ്ങനെ ഒരു സ്കില്ലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ലാവിഷായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ ഗ്രോസറി എക്സ്പെൻസ് അണ്ടർ കൺട്രോളാണ്. മാക്സിമം ഐറ്റംസ് ഞാൻ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇന്ന് എനിക്ക് 1 മണിക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട് GPയിൽ. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവേ. പ്രൊട്ടക്ഷനിൽ ഡോക്ടറെയും കണ്ട് മരുന്നും മേടിച്ച് ഇഡ്ഡലി കയറി ഒരു തൈരും മേടിച്ച് വീട്ടിൽ പോന്നു. പിന്നെ രാവിലെ വാഴയില മേടിക്കാൻ പോയപ്പോൾ ആ പെങ്കൊച്ചനോട് പറഞ്ഞു, കണിക്കൊന്ന തീർന്നു, പാക്ക് ചെയ്ത് വെച്ചേക്കാം, ഉച്ച കഴിഞ്ഞ് വന്നേക്കാൻ. അങ്ങനെ ഞാൻ പിന്നെ പോയി കണിക്കൊന്നയും വാങ്ങിച്ചുകൊണ്ട് വന്നേ. സത്യം പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടൊരു പോക്കായിരുന്നു. കുക്കിങ്ങായി, കണിയൊരുക്കലായി, ഒരു വിധത്തിലെല്ലാം തീർത്ത് നടു ഒടിഞ്ഞു എന്നുള്ള രീതിയിൽ കിടന്നു. രാവിലെ എഴുന്നേറ്റു, കണി കണ്ടു. ഇപ്പോൾ 14-15 ദിവസം രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ ഈ വീഡിയോ ആക്കിയിരിക്കുവാണ്. രാവിലെ നമ്മൾ കണി കണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ 2 ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു. അവർ വീട്ടിൽ വന്ന് നമുക്ക് കൈനീട്ടം തന്നു. അവർക്ക് നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി നല്ല കുശാലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പറ്റി. പിന്നെ സദ്യവട്ടങ്ങളൊക്കെ നേരത്തെ ഒരുക്കി ആക്കി വെച്ചതിനൊരു റീസൺ ഇവനാണ് കേട്ടോ. ഇവൻ്റെ കല്യാണമാണ്, നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇവന് നല്ല പർച്ചേസ് ഉണ്ട്. ഞാനും അബിയും കൂടെ പോയി അവനെ ഹെൽപ്പ് ചെയ്തു. എന്നെയും കൊണ്ട് ഏതെങ്കിലും ഒരു പാത്രക്കടയിൽ പോയി കഴിഞ്ഞാൽ കന്നിനെ കയം കാണിച്ച പോലെയാണെന്നാണ് അബി പറയാറ്. പക്ഷെ സെയിം അവസ്ഥയാണ് അബിയും കൊണ്ട് ഷൂ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും പുതിയതായിട്ട് വന്ന എല്ലാ ഷൂസും പുള്ളിക്ക് കാണണം. ഉച്ചയോടുകൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി 3 പേരും കൂടെ ലാവിഷായിട്ട് സദ്യയൊക്കെ കഴിച്ച് നല്ല റെസ്റ്റൊക്കെ എടുത്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവനെ എയർപോർട്ടിലോട്ട് പറഞ്ഞു വിട്ടെ. കുറച്ച് ലേറ്റായി പോയെന്ന് എനിക്കറിയാം. എന്നാലും ശ്രീ വയലോപ്പള്ളി ശ്രീധര മേനോൻ അദ്ദേഹം എഴുതിയതുപോലെ, ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന് വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഹാപ്പി വിഷു ടു എവരിബഡി.